ആലപ്പുഴ ജിംഖാന നമ്മുടെ നസ്ലിന്റെ പുതിയ പടമാണ്. കാരണം നസ്ലിനുണ്ടല്ലോ നല്ല ക്രൗഡ് പുള്ളിങ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രേമലുവിന് ശേഷം നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. തിയേറ്ററൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു കേട്ടോ. നമ്മൾ കണ്ട തിയേറ്ററൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. പക്ഷെ കഥ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാവേ. അപ്പോ ഡയറക്റ്റഡ് ബൈ ഖാലിദ് റഹ്മാനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയണ്ട. പൊള്ളി വൈബ്, പൊള്ളി മച്ചാൻ. ഓക്കെ. റിട്ടൺ ബൈ ഖാലിദ് റഹ്മാൻ, ശ്രീനി ശശീന്ദ്രൻ, ഡയലോഗ് രതീഷ് രവി, പ്രൊഡ്യൂസർ ബൈ ഖാലിദ് റഹ്മാൻ, ജോബിൻ ജോർജ്, സമീർ കാരാട്ട്, സുബീഷ് കണ്ണാഞ്ചേരി. ഇവരൊക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറിംഗ് നസ്ലിൻ ഉണ്ട്, ലുക്മാൻ ഔറാൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാൻകോ ഫ്രാൻസിസ്, ബേബി ജൻ, ശിവ ഹരിഹരൻ. ഇവരുടെ പേരും റിയൽ സ്ക്രീനിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. സിനിമാഗ്രാഫി ജിംഷി ഖാലിദ് റഹ്മാന്റെ ആരെങ്കിലും ആണോ? ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. എഡിറ്റഡ് ബൈ നിഷാദ് യൂസഫ്, മ്യൂസിക് വിഷ്ണു വിജയ്. പ്രൊഡക്ഷൻ കമ്പനീസ് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ്, റിയലിസ്റ്റിക് സ്റ്റുഡിയോസ്. അതായത് റിലീസ് ഡേയ്സ് 10 ഏപ്രിൽ 2025. 139 മിനിറ്റാണ് പടം ഉള്ളത് കേട്ടോ. മലയാളം ലാംഗ്വേജിലാണ് പടം ഇറങ്ങിയിട്ടുള്ളത്. ഖാലിദ് റഹ്മാനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നു. നസ്ലിനെ ഇഷ്ടമാണ്, ലുക്മാനെ ഇഷ്ടമാണ്, ആ പടത്തിൽ വന്ന എല്ലാ പിള്ളേരും ഇഷ്ടമാണ്. എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പടത്തിന് നല്ല സീനുകളോ അല്ലെങ്കിൽ നല്ല ഷോട്ടുകളോ മാത്രം പോരാ എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഈ പടം ഓക്കെ ടൈപ്പ് പടമാണെന്ന് ഞാൻ പറയുന്നതിന് കാരണം എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, ഇഷ്ടപ്പെടാത്തത് എന്താണെന്നുള്ളത്. ഒരു നല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു. നസ്ലിന്റെ അയിലത്തെ പയ്യൻ, ആ ഒരു ഇമേജ്, ആ ഒരു ചളിയൊക്കെ കാണിക്കുന്ന ആ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ. ഓക്കെ, നസ്ലിനെ സ്ക്രീനിൽ കാണുന്നു, അവന്റെ ആ ഡയലോഗ്സും അത് കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു, രസിച്ചു. അതേപോലെ തന്നെ ഒരു പറ്റം ആൾക്കാർ അത് നമുക്ക് രസിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ സിനിമ എന്ന നിലയിൽ നോക്കുമ്പോൾ ഈ സിനിമ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ഖാലിദ് റഹ്മാന്റെ സിനിമോട്ടോഗ്രാഫി എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഫ്രെയിംസും എല്ലാ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇതിനകത്തൊരു കാര്യം, ഒരു സംഭവം മിസ്സിങ് ഉണ്ട്. അതെന്താണെന്നറിയോ? ഇതില് നമുക്കൊരു ഫീല് കിട്ടുന്നില്ല. 2 സീനുണ്ട്, രോമാഞ്ചിഫിക്കേഷൻ ഉള്ള ഒരു സീനുണ്ട്. ഞാൻ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ഗണപതിനെ കുറിച്ചിട്ടായിരുന്നു. ഗണപതി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, അവനും അടിപൊളിയായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ലുക്മാൻ ഔറാനും നസ്ലിനൊക്കെ അവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമയുടെ കാതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, നമ്മളൊരു സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ നമ്മൾ ആ പടത്തിലേക്ക് ഇന്നാവണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ അതിനകത്തൊരു കറക്റ്റ് ഇന്റർവെൽ കട്ട്, ഒരു കറക്റ്റ് ആ പടത്തിനൊരു ക്ലോഷർ, അത് കറക്റ്റ് ഒരു ടൈലന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സിനിമയാവുള്ളൂ. ഇതൊക്കെ തമ്മിൽ നല്ല ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം. അതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രം നമ്മളായിട്ട് ഫീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ ആ സിനിമയിലേക്കൊക്കെ ഇൻവോൾവ് ആവുന്നത്. ഞാൻ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത് എനിക്കറിയാം. പക്ഷെ ഈ സിനിമയിൽ പല സീനുകളും ഉണ്ട്, പല ഇതുണ്ട്. പക്ഷെ അതിന്റെ കാതലുണ്ടല്ലോ, ആ കഥ നമ്മളെ കണക്ട് ചെയ്യുന്ന സാധനം അത് ഇതിനകത്ത് ഇല്ല. ഒരു 1 ടൈം വാച്ച് മാത്രമാണ് മക്കളെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാട്ടോ സിനിമയുടെ പ്ലോട്ട് എന്താണെന്നുള്ളത്. എല്ലാവരും പറഞ്ഞു, അല്ലെ ഇൻട്രോയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഞാൻ പറയാണ്, +2 തോക്കുന്ന പിള്ളേർ ഗ്രേസ് പോയിന്റോട് കൂടിയിട്ട് അടുത്ത വർഷം കോളേജിൽ ജോയിൻ ചെയ്യാൻ നോക്കുന്നു. വളരെ കൂളായിട്ട് അവർ ബോക്സിങ്ങിന് കയറുന്നു, കയറി ഇടി കൊണ്ട് തൂറുന്നു. ഇത്രയുള്ള പരിപാടി. അതിനുശേഷം അവര് കടിക്കാൻ അറിയാം, അടുത്ത വർഷം അവർ കപ്പ് പിടിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈലന്റും കുറച്ച് വില്ലന്മാരെ കൊണ്ടുവന്നുള്ള കുറച്ച് ഫൈറ്റും, അതിൻ്റെ ഇടയിൽ 2-3 പ്രണയങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് കണക്ട് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല രസങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ എങ്ങനെയോ അത് നമുക്കൊരു ഫീൽ കിട്ടുന്നില്ല. കാരണം അത്രയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു 1 ടൈം വാച്ചാണ്. എല്ലാവർക്കും കാണണമെന്നുണ്ടെങ്കിൽ കാണാം. നസ്ലിന്റെ തണ്ണീർമത്തങ്ങൾ എന്താണ് കണ്ടത്, അതിന്റെ ഒരു വേറെ വേർഷൻ, ഹയർ എൻഡ് വേർഷൻ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവര് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം, നമുക്ക് നോക്കാം. ഓക്കെ.